എടാ, നമ്മൾ ഈ കൊച്ചിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ചിലവിൽ കഴിയും. കുറച്ചുകൂടെ വളർന്നപ്പോൾ നമ്മൾ അവരുടെ ചിലവിൽ തന്നെ തുടർന്നു. എത്ര കാലമെന്ന് വെച്ചാടാ ഇവരെ ഇങ്ങനെ അപ്പൊ നീ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു? ഞാൻ ജോലിക്ക് പോകാനോ? നീ ഒന്ന് പോയാൽ പിന്നെ എങ്ങനെ? എങ്ങനെയെങ്കിലും പൈസ ഉള്ളൊരു വീട്ടിലെ പെണ്ണിനെ പ്രേമിച്ച് കെട്ടണം, അല്ലെങ്കിൽ ഒരു ജോലിയുള്ള. എങ്കിലും നീ പണിക്ക് പോവല്ലേ? എടാ, ഇത്രയും നാൾ ഞാൻ പണിക്ക് പോകാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ പണിക്ക് പോയി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയിലായ അത് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഓ, അത് ശരിയാ. അപ്പോൾ നിനക്കൊരു പൈസക്കാരി പെണ്ണിനെ കെട്ടണം. പൈസക്കാരി അല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ജോലി ഉള്ളായാലും മതി. എങ്കിലും ഒരു പെണ്ണുണ്ട്. പെണ്ണുണ്ടേ? പെണ്ണുണ്ടേ അല്ല, പെണ്ണുണ്ടെന്ന്. പക്ഷെ ഹിന്ദിക്കാരിയാണോ എന്നൊരു ഡൗട്ട്. അല്ല, ബംഗാളിയുടെ ഭാര്യയായിരിക്കും. അതറിയില്ല, ഫോണിൽ കൂടെ നിന്ന് ഹിന്ദി സംസാരിക്കുന്ന കേട്ടത്. എവിടെയുള്ള? അതറിയില്ല, നമ്മുടെ വടക്കപ്പള്ളി ജംഗ്ഷനിലെ ഫിനാൻസ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ആണോ? പക്ഷെ എങ്ങനെയാണ് അവളെ പ്രപ്പോസ് ചെയ്യുന്നത്? വാ കൊണ്ട്. എടാ മുടിഞ്ഞവനെ, അവൾ ഹിന്ദിക്കാരിയാന്നല്ലേ പറഞ്ഞേ? എനിക്ക് ഹിന്ദി അറിയില്ലല്ലോ. അത് എടാ, ഹിന്ദിക്കാരിയാണോ എന്ന് ഉറപ്പില്ല, പക്ഷെ ഹിന്ദി പഠിക്കാനൊരു വഴിയുണ്ട്. എന്ത് വഴി? നമ്മുടെ ദാസണ്ണൻ്റെ അടുത്ത് പോവാം, പുള്ളി പഴയ ഹിന്ദി വിദ്വാനല്ലേ. ഇതുവല്ല നടക്കൂ. ഈ സോനി ഒരു കാര്യമായിട്ട് ഓക്കെ നിനക്കറിയാമല്ലോ. അതറിയാം. എങ്കിൽ വാ. അല്ല, വണ്ടി എടുക്കും. പെട്രോൾ ഇല്ല. ആ